JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾ ജനിച്ച മാസത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ മാസവും ഏത് ഗ്രഹത്തിന്റെ സ്വാധീനമാണ്, അല്ലെങ്കിൽ അതനുസരിച്ച് വരുന്ന ദേവത ഏതാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നത്. അതായത് കലിയുഗമാണ്. കലിയുഗത്തിൽ നാമജപത്തിന് പ്രാധാന്യമുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ജനിച്ച മാസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് സൂര്യന്റെ സ്ഥിതി അനുസരിച്ചുള്ള ചില കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഇത് ഫോളോ ചെയ്യാം. കലിയുഗത്തിൽ നാമജപവും ഈശ്വരാരാധനയും വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളതും അപ്പോഴത്തെ സൗകര്യമനുസരിച്ച് തോന്നുന്നതുമായ ദേവീദേവന്മാരുടെ നാമം ജപിക്കാറുണ്ട്. പൂർവജന്മത്തിലെ കർമ്മഫലത്തിന്റെ ബാക്കി വന്ന അനുഭവത്തെ ഈ ജന്മം സൂചിപ്പിക്കുന്നു എന്നും ഒരു വിശ്വാസമുണ്ട്. സൽക്കർമ്മത്തിന് നല്ല ഫലവും ദുഷ്കർമ്മത്തിന് വ്യാധി രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഈ ജന്മത്തിൽ ദുരിതങ്ങൾ സമ്മാനിക്കുന്നു എന്നുമാണ് വിശ്വാസം. അതാണ് പൂർവികന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സത്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അത് ഈ ജന്മം നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ പുണ്യഫലം അടുത്ത ജന്മത്തിൽ തീർച്ചയായും നമുക്ക് അനുഭവിക്കാനുള്ള സംഗതി വരും എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഏതെങ്കിലുമൊക്കെ പുണ്യപ്രവർത്തികളുടെ ഫലമായിട്ടും പൂർവികന്മാർ ചെയ്ത പുണ്യപ്രവർത്തികളുടെ ഫലമായിട്ടും ഈ ജന്മത്തിൽ പലർക്കും അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട പല അനുഭവങ്ങളും സ്ഥാനമാനങ്ങളും പദവിയും അതുപോലെ ധനവും എല്ലാം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കുമ്പോഴും ഈശ്വരനെ മറന്ന് അഹങ്കരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്, അതുപോലെ ഈ ലോകത്തുമുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ജന്മം ചെയ്തു കൂട്ടുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിലോ അല്ലെങ്കിൽ വരുന്ന ജന്മത്തിലോ അവർക്ക് വ്യാധി രൂപമായിട്ടോ, അതായത് മഹാരോഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ കഠിനമായ ദുഃഖത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്ന കാര്യം. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്കർമ്മ ഫലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല, കാരണം പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്. അപ്പം അങ്ങനെയുള്ളതിന് അതിൻ്റെ ശക്തിയെ കുറയ്ക്കാനും സദ്ഫലങ്ങൾ ലഭിക്കാനുമാണ് നാമജപം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു വരുന്നത്. ഇവിടെ സൂര്യനെ സംബന്ധിക്കുന്ന കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സൂര്യൻ സഞ്ചരിക്കുന്ന ഇപ്പോൾ ഏത് മാസത്തിലാണോ നിങ്ങൾ ജനിച്ചത്, മലയാള മാസമാണ്, ആ മാസത്തിലാണ് അല്ലെങ്കിൽ ആ രാശിയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അതായത് മേടമാസത്തിൽ ജനിക്കുന്ന ഒരാളിൻ്റെ ആദിത്യൻ്റെ സ്ഥാനം മേടൻ രാശിയിലായിരിക്കും. ചിങ്ങമാസത്തിൽ ജനിച്ചാൽ ആദിത്യൻ്റെ സ്ഥാനം ചിങ്ങൻ രാശിയിലായിരിക്കും. മിഥുനമാസത്തിൽ ജനിച്ചാൽ ആദിത്യൻ്റെ സ്ഥാനം മിഥുനൻ രാശിയിലായിരിക്കും. അങ്ങനെ നിങ്ങൾ ജനിച്ചത് ഏതു മാസമാണോ ആ രാശിയിലായിരിക്കും ആദിത്യൻ്റെ സ്ഥാനം. അതിന് പ്രത്യേകിച്ച് ഒന്നും അറിയണമെന്നില്ല, മാസം മാത്രം, മലയാള മാസം മാത്രം അറിഞ്ഞാൽ മതി. പൊതുവായിട്ട് സൂര്യനെ സംബന്ധിച്ച് പറയുന്നത് ശിവൻ എന്ന രൂപത്തിലാണ്. അതായത് കൈലാസനാഥനായ മഹാദേവനാണ് സൂര്യൻ എന്ന ഒരു രീതിയിലാണ് അതിനെ സൂചിപ്പിക്കുന്നത്. എങ്കിലും ഓരോ രാശിയിലും വരുന്ന സ്ഥിതി അനുസരിച്ച് 12 രാശിയുണ്ടല്ലോ, ആ 12 രാശിയിലും അല്ലെങ്കിൽ 12 മാസത്തിലും ജനിക്കുന്നവരുടെ സ്ഥിതി അനുസരിച്ച് ഇതിന് വ്യത്യാസം വരുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് അസ്ട്രോളജി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അസ്ട്രോളജിയെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇത് ഉപകാരപ്രദമാണ്. കാരണം ഇത് സാധാരണയായിട്ട് ദേവപ്രശ്ന വിധി പോലെയുള്ള മൂലഗ്രന്ഥങ്ങളിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് സൂചിപ്പിക്കുന്നത്. ഓജരാശിയിലും ഉഭയരാശിയിലും മധ്യരേഖാണത്തിലെ സൂര്യൻ ഗണപതിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഓജരാശി എന്ന് പറഞ്ഞാൽ പുരുഷരാശിയാണ്. ഉഭയരാശി എന്ന് പറയുമ്പോൾ നമ്മുടെ ചതുരത്തിലുള്ള 4 മൂലയിലും വരുന്ന, അതായത് 12 രാശികളിൽ 4 കോണുകളിൽ വരുന്ന രാശിയാണ് ഉഭയരാശി എന്ന് പറയുന്നത്. അതായത് മിഥുനൻ രാശി, കന്യരാശി, ധനുരാശി, അതുപോലെ മീനൻ രാശി, ഇതിനെയാണ് ഉഭയരാശി. മധ്യരേഖാണത്തിലെ സൂര്യൻ എന്ന് പറയുമ്പോൾ ഒരു രാശി എന്ന് പറയുന്നത്, ഒരു ഡിഗ്രി അല്ല, ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ 30 ഡിഗ്രിയെ 10 ഡിഗ്രി വീതമുള്ള 3 ഭാഗമായിട്ട് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ 30 ദിവസമാണല്ലോ ഒരു മാസം. ഈ 30 ദിവസത്തെ ശരാശരി കണക്കൂട്ടുമ്പോൾ
ഇതിൽ 10 തീയതി വീതമുള്ള 3 ഭാഗമായി മാറ്റുമ്പോൾ മധ്യഭാഗം വരുന്നതെന്ന് പറഞ്ഞാൽ 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസത്തെയാണ്. അതാണ് ഈ മധ്യദ്രേക്കാണം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ആ സൂര്യൻ ഗണപതിയെ സൂചിപ്പിക്കാം എന്നതാണ് പറഞ്ഞത്. ഇനി ഗണപതി ആരാണ്? മിത്താണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത്, ഗണപതി എന്ന് പറയുന്നത് ഗണാനാം പതി എന്നാണ് പറയുന്നത്. സകല ഗണങ്ങളുടെയും അധിപതി എന്നാണ് അതിൻ്റെ മീനിങ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല കൂട്ടത്തിൻ്റെയും അല്ലെങ്കിൽ സകല ഗ്രൂപ്പിൻ്റെയും അധിപതി. ഗണം എന്ന വാക്കിന് സമൂഹമെന്നും കൂട്ടമെന്നും ഒക്കെ അർത്ഥമുണ്ട്. അത് നക്ഷത്രങ്ങളുടെ ആകാം, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയിലെ സമൂഹത്തിലെ മനുഷ്യനെ, പക്ഷിമൃഗങ്ങള്, സസ്യങ്ങള്, ലതകളെ, വൃക്ഷങ്ങളെ, ഇഴജന്തുക്കള് തുടങ്ങി സകല ജീവജാലങ്ങളെയും ഇത് സൂചിപ്പിക്കാം. അതായത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഈ പ്രപഞ്ചത്തിലും ഈ ഭൂമിയിലുമുള്ള സകലതിൻ്റെയും ഓരോ ഗ്രൂപ്പായിട്ട് എടുത്താൽ ആ ഗ്രൂപ്പിനെ എല്ലാം നിയന്ത്രിക്കുന്ന അധിപതി ആരോ ആ അധിപതിയെയാണ്, ഗണങ്ങളുടെ അധിപതിയെയാണ് ഗണപതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് കാര്യം ചെയ്താലും ആദ്യം ഗണപതിക്ക് വെക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായത്. ഓജരാശി എന്ന് പറഞ്ഞാൽ പുരുഷരാശിയാണ്. മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഈ 6 രാശിയാണ് ഓജരാശി അല്ലെങ്കിൽ പുരുഷരാശി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ മാസത്തിൽ, അതായത് മേടമാസത്തിലോ മിഥുനമാസത്തിലോ ചിങ്ങമാസത്തിലോ തുലാമാസത്തിലോ ധനുമാസത്തിലോ കുംഭമാസത്തിലോ ഈ 6 മാസത്തിൽ നിങ്ങൾ ജനിച്ചു എന്ന് വിചാരിക്കാം. ഇതിലേതാണോ ജനിച്ചത്? അങ്ങനെ ജനിക്കുമ്പോൾ അതിനൊരു ദിവസം കാണും. അത് 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ആണെങ്കിൽ, മലയാള മാസ തീയതി ആണെങ്കിൽ അങ്ങനെ വരുന്നതാണ് ഗണപതിയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഈ ദിവസം ജനിച്ചവര് ഗണപതിയെ ഭജിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം തടസ്സങ്ങളെ ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ സഹായിക്കും എന്നതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഉഭയരാശിയിലെ മധ്യദ്രേക്കാണം. ഉഭയരാശിയിലെ മധ്യദ്രേക്കാണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിഥുനമാസം, കന്നിമാസം, ധനുമാസം, മീനമാസം ഈ 4 മാസങ്ങളിൽ ജനിച്ചവരും 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് നിങ്ങളുടെ ജനനത്തീയതി, മലയാള മാസം ജനനത്തീയതി വരുന്നത് എങ്കിലും ഇവിടെ സൂര്യൻ ഗണപതിയെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഈ തീയതിയിൽ ഈ മാസത്തിൽ ജനിച്ചവരും ഗണപതിയെ ഭജിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഉഭയരാശിയുടെ കാര്യം ഞാൻ പറഞ്ഞു. മിഥുനം, കന്നി, ധനു, മീനം ഈ മാസങ്ങളിലാണ് നിങ്ങൾ ജനിച്ചത്. ഇവിടെ നിങ്ങൾ ആദിദ്രേക്കാണത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ 10 ഡിഗ്രി അല്ലെങ്കിൽ ആദ്യത്തെ 10 ദിവസത്തിനുള്ളിലാണ് ജനിച്ചതെന്ന് വിചാരിക്കുക. അതായത് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് മിഥുനമാസത്തിലോ കന്നിമാസത്തിലോ ധനുമാസത്തിലോ മീനമാസത്തിലോ ജനിച്ചത് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് സുബ്രഹ്മണ്യനെയാണ്. അതായത് ഇങ്ങനെ ഈ പറയുന്ന മാസങ്ങളിൽ ഈ പറയുന്ന ദിവസങ്ങളിൽ ജനിച്ചവരെ സുബ്രഹ്മണ്യനെ ആരാധിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരുപാട് ഗുണങ്ങൾ നൽകും എന്നതാണ് സൂചിപ്പിക്കുന്നത്. മേടം വൃശ്ചികം മാസത്തിൽ 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെ അന്ത്യദ്രേക്കാണത്തിൽ, അതായത് 21-ാം തീയതി മുതൽ ആ മാസം അവസാനിക്കുന്നത് വരെയുള്ള ഏതെങ്കിലും ദിവസത്തിലാണ് ജനിച്ചത് എങ്കിൽ അത് സൂചിപ്പിക്കുന്ന ദേവതാരൂപം വീരഭദ്രനാണ്. അതും നിങ്ങൾക്ക് വളരെയേറെ ഗുണം നൽകുന്ന കാര്യമാണ്. ഇനി കർക്കിടകൻ രാശിയിലെ സൂര്യൻ, അതായത് കർക്കിടക മാസത്തിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ അത് ധർമ്മദൈവത്തെ സൂചിപ്പിക്കുന്നു, അതുപോലെ നാഗങ്ങളെയും സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങൾ കർക്കിടക മാസത്തിലാണ് ജനിച്ചത് എങ്കിൽ നിങ്ങളുടെ ധർമ്മദൈവം ഏത് ദേവതയാണോ, ഏത് ക്ഷേത്രമാണോ, ഏത് ദേവീദേവനാണോ അവരെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുക. ഒപ്പം നാഗങ്ങളെയും, നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയും നിങ്ങളുടെ സമയമനുസരിച്ച് പോയി ദർശനം നടത്തുകയും പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ഉണ്ടാകും. മിഥുനമാസത്തിൽ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയും 21-ാം തീയതി മുതൽ ആ മാസം അവസാനിക്കുന്നത് വരെയുമാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ
അതായത് ആദ്യത്തെ 10 ദിവസം അല്ലെങ്കിൽ ആ 10 ഡിഗ്രി അവസാനത്തെ അന്ത്യത്തിലേക്കാണ് എന്ന് പറയും. അതാണ് 21-ാം തീയതി മുതൽ 30 മാസം അവസാനിക്കും. ചിലപ്പോൾ 30 ദിവസം കാണും, ചിലപ്പോൾ 31 ദിവസം കാണും. അത്രയും ദിവസങ്ങളിൽ ജനിച്ചവരെ പൂജിക്കേണ്ടത് മഹാവിഷ്ണുവിനെയാണ്. മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും പൂജിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാകും എന്നതാണ്. ഇനി ചിങ്ങമാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയും ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ ഒരു പേപ്പർ എടുത്ത് വെച്ച് നിങ്ങൾ എഴുതി വയ്ക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് പിന്നീട് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണേണ്ടി വരും. ചിങ്ങമാസത്തിൽ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയും അതുപോലെ തന്നെ 21 മുതൽ 30 ആ മാസം അവസാനിക്കുന്നത് വരെയുമാണ് നിങ്ങൾ ജനിച്ച ദിവസം എങ്കിൽ ചിങ്ങമാസത്തിലെ കാര്യം. ഉപാസനാമൂർത്തിയാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്യുന്നത്. ഉപാസനാമൂർത്തി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ദേവീദേവന്മാരെ അവർക്ക് ഇഷ്ടമുള്ളതിന് സ്ഥിരമായി അല്ലെങ്കിൽ പാരമ്പര്യമായി അല്ലെങ്കിൽ തലമുറയായി ഒക്കെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നവർ കാണും. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം ചെറുപ്പം മുതലേ തന്നെ അവരേതെങ്കിലും ഒരു ദേവീദേവന്മാരുടെ രൂപത്തിന് പ്രാധാന്യം നൽകുകയും ആ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നവർ കാണും. അതാണ് ഉപാസനാമൂർത്തി. അതായത് എപ്പോഴും നമ്മൾ ജപിച്ചുകൊണ്ടും അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ടും ഇരിക്കുന്ന ദേവത ഏതാണോ അത്. പിന്നെ ഇടവമാസത്തിൽ ജനിച്ച നിങ്ങൾ സൂചിപ്പിക്കുന്നത് യക്ഷി അമ്പലത്തിൽ വല്ലപ്പോഴുമൊക്കെ പോയി വറനിവേദ്യം നടത്തണം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കന്നിമാസം 1-ാം തീയതി മുതൽ 10-ാം തീയതിയും ആദ്യത്തെ ദിനേക്കാണെന്ന് പറയും. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ജനിച്ചവരും അതുപോലെ 3-ാമത്തെ ദിനേക്കാണ്, അതായത് 21-ാം തീയതി മുതൽ 31 വരെ അല്ലെങ്കിൽ 30 വരെ ജനിച്ചവരും അവതാരമൂർത്തിയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതായത് നിങ്ങൾ കന്നിമാസത്തിലാണ് ജനിച്ചത് എന്നങ്ങ് വിചാരിക്കുക. ജനന തീയതി 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ വരുന്നു. അല്ലെങ്കിൽ 21-ാം തീയതി കഴിഞ്ഞ് അല്ലെങ്കിൽ 21-ാം തീയതി മുതൽ 20 കഴിഞ്ഞ് 21 മുതൽ ആ മാസം അവസാനിക്കുന്നത് വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസമാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ അത് മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ശ്രീരാമനാകാം, ശ്രീകൃഷ്ണനാകാം, ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചും ആരുമാകാം. ഇനി തുലാമാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയും തുലാമാസക്കാരോ തുലാമാസത്തിൽ ജനിച്ചവർ 1 മുതൽ 10 വരെയും 21 മുതൽ ആ മാസം അവസാനിക്കുന്നത് വരെയും ജനിച്ചവരാണ് എങ്കിൽ അവർ തീർച്ചയായും ആരാധിക്കേണ്ടത് ഭദ്രകാളിയെയാണ്. ഇനി വൃശ്ചിക മാസത്തിലാണ് ജനിച്ചത് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ശിവഭഗവാനെ തന്നെയാണ്. ധനുമാസത്തിൽ ജനിച്ചവരായാലും മഹാദേവനെ തന്നെ പൂജിച്ചാലും ആരാധിച്ചാലും മതി. ഇത് ഇത്രയും സൂചിപ്പിച്ചത് നിങ്ങൾ ജനിച്ച മാസവും ദിവസവും അനുസരിച്ച് ഓരോ ദേവതയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന കാര്യം പ്രത്യേകം എടുത്ത് പറയാനും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ നിങ്ങളെ ധരിപ്പിക്കാനുമാണ്. ഇനി മകരം കുംഭമാസത്തില് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ജനിച്ചത് എങ്കിൽ മകരമാസത്തിലോ കുംഭമാസത്തിലോ ആണ് നിങ്ങൾ ജനിച്ചത്. 1 മുതൽ 10 വരെയാണെങ്കിൽ അത് ശാസ്താവിനെയും പ്രത്യേകിച്ച് പറയുന്നത് വനശാസ്താവെന്നാണ്. അതുപോലെ വേട്ടയ്ക്കൊരു മകൻ, അയ്യപ്പൻ, ഇങ്ങനെയൊക്കെയുള്ള മൂർത്തികളെ ആരാധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മകരമാസത്തിലും കുംഭമാസത്തിലും 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ അത് കിരാതമൂർത്തികളെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പാരമ്പര്യമായിട്ട് മുൻ തലമുറയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള മൂർത്തികളെ ആരാധിക്കുകയോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്ത് കാണും. എങ്കിലും മകരം കുംഭൻ രാശികൾ സാധാരണയായി സൂചിപ്പിക്കുന്നത് അയ്യപ്പനെ ആയതുകൊണ്ട് നമ്മുടെ കേരളപക്ഷം അനുസരിച്ച് ശാസ്താവിനെ പൂജിച്ചാൽ മതി. അവർക്ക് അതിൻ്റെതായ ഒരുപാട് മെച്ചമൊക്കെ ഉണ്ടാകും.
ഇത് ഡിഗ്രി അനുസരിച്ച് പറയുന്നത് അല്ലെങ്കിൽ തീയതി അനുസരിച്ച് പറയുന്നത് 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ജനിച്ചവരെ കിരാതമൂർത്തിയും, അതുപോലെ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ജനിച്ചവരെ ഖണ്ഡാർക്കണ്ണൻ എന്ന് പറയുന്ന ദേവതയും സൂചിപ്പിക്കുന്നു എന്നാണ്. ഇനി സൂര്യൻ ഏത് ഗ്രഹത്തിന്റെ എങ്കിലും കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ അതുകൂടി പറയണം. കാരണം ഇവിടെ നിങ്ങൾ മാസത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ആ മാസത്തിലാണ് ആദിത്യൻ ആ രാശിയിൽ നിൽക്കുന്നു. ഇനി അങ്ങനെ നിൽക്കുന്ന സൂര്യൻ ഏതെങ്കിലും ഗ്രഹം 1, 4, 7, 10 എന്നീ ഭാവത്തിൽ വരികയാണെന്ന് വിചാരിക്കുക. അതായത് ഏതെങ്കിലും ഒരു ഗ്രഹത്തിന്റെ 1, 4, 7, 10 ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ അത് വേറെ ചില ദേവന്മാരെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ചന്ദ്രന്റെ കേന്ദ്രത്തിലാണെങ്കിൽ, അതായത് നിങ്ങൾ ജനിച്ച നക്ഷത്രം ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു കൂറിലായിരിക്കുമല്ലോ ജനിച്ചത്, അതിൻ്റെ ആ രാശിയിലോ അല്ലെങ്കിൽ 4-ാമത്തെ രാശിയിലോ 7-ാമത്തെ രാശിയിലോ 10-ാമത്തെ രാശിയിലോ ആണ് നിങ്ങളുടെ ജനിച്ച മാസം വരുന്നത് അല്ലെങ്കിൽ സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ അത് അർദ്ധനാരീശ്വരനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ശിവസങ്കല്പത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രൂപമാണ് അർദ്ധനാരീശ്വരൻ. ചൊവ്വയുടെ കേന്ദ്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ചൊവ്വ നിൽക്കുന്ന രാശിയുടെ 1, 4, 7, 10 ഭാവത്തിലാണ് സൂര്യൻ അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച മാസം വരുന്നത് എങ്കിൽ അത് ഭൈരവൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. അതും ശിവനെ സൂചിപ്പിക്കുന്ന ഒരു ദേവതാരൂപം തന്നെയാണ്. ബുധന്റെ കേന്ദ്രത്തിൽ, ബുധന്റെ രൂപത്തിലെന്നല്ല, ബുധന്റെ കേന്ദ്രത്തിൽ ബുധൻ നിൽക്കുന്ന രാശിയുടെ 1, 4, 7, 10, അതായത് ബുധന്റെ കൂടെയാണ് ആദിത്യൻ നിൽക്കുന്നത് എങ്കിൽ നിപുണയോഗം വരും. അങ്ങനെ നിൽക്കുന്നവരും അതുപോലെ തന്നെ 4-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ 10-ാം ഭാവത്തിലോ ആദിത്യൻ വരിക, അങ്ങനെയാണ് വരുന്നത് എങ്കിൽ അത് ശങ്കരനാരായണനെ സൂചിപ്പിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ ഞാൻ അങ്ങനെ പറയും. കാരണം വിഷ്ണുവിനെയും ശിവനെയും ഒരേപോലെ രണ്ടുപേരുടെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്ന ഒരു രൂപം, അതാണ് ശങ്കരനാരായണൻ. ഇനി വ്യാഴത്തിന്റെ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ, അതായത് വ്യാഴം നിൽക്കുന്ന രാശിയിലോ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ 1, 4, 7, 10 രാശിയിലോ ആണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ അത് മൃത്യുഞ്ജയനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയെ സൂചിപ്പിക്കുന്നു എന്നതാണ്. അതായത് ചുരുക്കത്തിൽ മൃത്യുഞ്ജയൻ എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ചവൻ, മഹാദേവൻ തന്നെയാണ് ഇവിടെ പ്രധാനം. എങ്കിലും പലതിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു എന്നതാണ്. അതായത് മോശമായ അനുഭവത്തിൽ നിന്നും അപകടത്തിൽ നിന്നും മരണത്തിൽ നിന്നുമൊക്കെ നിങ്ങൾക്കൊരു മോചനം താൽക്കാലികമായി ലഭിക്കുന്നു. ആരും മരിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. പിന്നെ മറ്റൊന്ന് ദക്ഷിണാമൂർത്തിയെ സൂചിപ്പിക്കുന്നു. ഇനി ശുക്രന്റെ കേന്ദ്രത്തിലാണ് വന്നത് എന്ന് വിചാരിക്കുക. ശുക്രൻ നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ 4, 7, 10 രാശിയിലോ ആണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ അത് നടരാജമൂർത്തിയെയാണ് സൂചിപ്പിക്കുന്നത്. നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തത്തിന് ആ ചിഹ്നമൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. അത് നടന വൈഭവം, സത്യം പറഞ്ഞാൽ അത് വളരെയേറെ വിശേഷമായ ഒരു രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ശനിയുടെ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ, ശനിയോടൊപ്പമോ അല്ലെങ്കിൽ ശനിയുടെ 4, 7, 10 ഭാവത്തിലോ ആണെങ്കിൽ അതും നേരത്തെ പറഞ്ഞതുപോലെ കിരാതമൂർത്തിയെ സൂചിപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്. സൂര്യന്റെ ദേവതാരൂപത്തെ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊന്നും സാധാരണ ഗ്രന്ഥത്തിൽ നിന്നും ലഭിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇത് അറിവിന് വേണ്ടിയുള്ള ഒരു ചാനലാണ്. ഇതെല്ലാവർക്കും അറിയണോ എന്നില്ല, പക്ഷെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം മുതൽ തന്നെ തെറ്റാതെ ഓരോന്നും എഴുതി വെച്ച് സൂക്ഷിക്കുക. കാരണം ഇതൊക്കെ എത്രയോ ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെടുത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്നുകൂടി ഓർക്കണം. അപ്പൊ ഇതനുസരിച്ച് നിങ്ങൾ ആരാധന നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മെച്ചവും പ്രയോജനവും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതനുസരിച്ചാണ് ഈ പറഞ്ഞത്. കാരണം 33 കോടി ദേവാദിദേവന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും പരിഹസിക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ 3 ഗുണങ്ങളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കലികാല ചിന്തകൾ എന്നതിനെ സംബന്ധിച്ച്. അപ്പൊ അത്തരത്തിൽ
നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിയും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ചിന്തയും നമ്മുടെ ബുദ്ധിയും എല്ലാം തന്നെ അനുസരിച്ചുള്ള ഭജനമാണ് സാധാരണ പണ്ട് മുതലേ എല്ലാവരും ചെയ്യുന്നത്. ദുഷ്കർമ്മങ്ങളും സത്കർമ്മങ്ങളും ചെയ്യുന്നവർ കാണാം. അപ്പം അത്തരത്തിലൊക്കെ ഉണ്ടാകാമല്ലോ. അതിനെയൊക്കെ ഇവിടെ സൂചന തരുന്നു എന്നതും കൂടി നമ്മൾ ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.